ധനുഷ് അഭിനയിച്ച കുബേര എന്ന ചിത്രം ഇന്നാണ് റിലീസായത്. ചിത്രം തമിഴിലും തെലുങ്കിലും ഒരേപോലെ ചിത്രീകരിച്ച ഒരു സിനിമയായിരുന്നു. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ശേഖർ കമ്മുലയാണ്. സിനിമയുടെ കഥയും തിരക്കഥയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നതും ശേഖർ കമ്മുല തന്നെയാണ്. അതിൽ ജിം സർബ് എന്ന് പറയുന്ന ഒരു നടനാണ് വില്ലനായി അഭിനയിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രകടനം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. പിന്നെ കുറച്ച് സിനിമകളിലുമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സംവിധാന മേഖലകളിലുമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധനുഷ് ഏത് സിനിമയിൽ എങ്ങനെ വരും എന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു 1-2 സിനിമകൾക്ക് റിവ്യൂ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം ധനുഷ് ഇതിനകത്തൊരു പിച്ചക്കാരനായിട്ടാണ് അഭിനയിക്കുന്നത്. പിച്ചക്കാരനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ചക്കാരനായി അങ്ങ് മാറിയിരിക്കുകയാണ് ധനുഷ്. അത്തരത്തിലുള്ള ഒരു പെർഫോമൻസാണ് ഈ സിനിമയിൽ. ധനുഷിൻ്റെ പ്രകടനം ഇതിന് മുമ്പ് എനിക്ക് കൂടുതൽ കാണണമെന്ന് തോന്നിയ ഒരു സിനിമയാണ് ഇതിനു മുമ്പ് വന്ന ധനുഷിൻ്റെ വാത്തി എന്ന് പറയുന്ന ചിത്രം. ആ ചിത്രത്തിൽ ധനുഷ് ഒരു സാറായിട്ട് അങ്ങ് അഭിനയിച്ച് തകർക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും ധനുഷ് ഒരു പിച്ചക്കാരൻ്റെ റോൾ അതിഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ധനുഷിൻ്റെ ഭാഗം വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രശ്മിക മന്ദാനയുടെ പെർഫോമൻസ് കൊള്ളാം. പിന്നെ സിനിമ ഏകദേശം 3 മണിക്കൂറോളം ദൈർഘ്യമുള്ള സിനിമയായിട്ട് കൂടി നമുക്ക് ബോറടിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യവും കൂടി ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ ദേവിശ്രീ പ്രസാദിൻ്റെ സംഗീതത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പശ്ചാത്തല സംഗീതം കുറേ നാളിന് ശേഷം DSPയുടെ സംഗീതം വളരെ ഇമ്പമാർന്നതായി എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഗാനങ്ങളും ഒക്കെ മികച്ചു നിൽക്കുന്ന ഗാനങ്ങളാണ്. ഇപ്പോൾ ഇത് സാധാരണ ഒരു കമേഴ്ഷ്യൽ സിനിമയിലുള്ള പോലെയുള്ള ഒരുപാട് അടിച്ചുപൊളി പാട്ടുകളൊന്നുമില്ല. നമുക്ക് കേൾക്കാൻ കൊള്ളാവുന്ന 1-2 പാട്ടുകൾ മാത്രമേ സിനിമയിലുള്ളൂ. എങ്കിലും വളരെ മനോഹരമായി തന്നെ പാട്ടുകൾ DSP കമ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ DSPയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ പെർക്കഷൻ ഇൻസ്ട്രുമെൻസുകളാണ് കൂടുതലും പശ്ചാത്തല സംഗീതത്തിനായാലും പാട്ടുകൾക്കായാലും. അപ്പോൾ നമുക്ക് കൂടുതൽ സിനിമയായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കൂടി നിൽക്കും ഒരു സിനിമാ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ സിനിമയിലുടനീളം നാഗാർജുനയുടെ പെർഫോമൻസ്. നാഗാർജുന എന്ന് പറയുമ്പോൾ ഞാനൊക്കെ കോളേജിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് തിളങ്ങി നിന്നിരുന്ന ഒരു താരമായിരുന്നു നാഗാർജുന. അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് ശേഷം സ്ക്രീനിൽ കാണുമ്പോൾ ഞാനിപ്പോൾ ഈ ഇടയ്ക്കൊന്നും നാഗാർജുൻ്റെ സിനിമ തിയേറ്ററിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് ധനുഷിൻ്റെ സിനിമ കാണാൻ പോയതുകൊണ്ട് ധനുഷിൻ്റെ കൂടെ ഇദ്ദേഹം അഭിനയിക്കുന്നത് കൊണ്ടും കൂടിയാണ് അദ്ദേഹത്തെ ബിഗ് സ്ക്രീനിൽ ഇപ്പോൾ കുറേ നാളിന് ശേഷം കാണാനുള്ളൊരവസരം ഉണ്ടായത്. എന്തായാലും ചിത്രത്തിൻ്റെ പ്രമേയം വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയമാണ്. സമകാലീന സംഭവങ്ങളെ അടിസ്ഥാനമാക്കി എഴുത്തുകാരൻ്റെ ഭാവനയിൽ വന്ന കുറേ കാര്യങ്ങളാണ് സിനിമയിൽ പറയുന്നത്. എന്തായാലും സിനിമ വളരെ വ്യത്യസ്തമായ ഒരു കഥ പറയുന്ന സിനിമയാണ്. ഫാമിലി ഓഡിയൻസിന് കാണാം, അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിന് കാണാം. എന്തായാലും ഒരു തെലുങ്ക് ടച്ചുള്ള ഒരു സിനിമയാണെങ്കിലും ഒരു മലയാള ഭാഷയിലേക്ക് സിനിമ നമ്മൾ മലയാളികൾ സിനിമ കാണുമ്പോൾ സിനിമയ്ക്ക് കണ്ട് ആസ്വദിക്കാവുന്ന ഒരു കഥ തന്നെയാണ് സിനിമയ്ക്ക് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും സിനിമയ്ക്ക് വരും ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ സിനിമ കാണാൻ വരാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കാര്യം നമ്മൾ കണ്ടു മറന്ന ഒരു കഥയായിട്ട് തോന്നുന്നില്ല, ഒരു ഫ്രഷ് സ്റ്റോറി ആയിട്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ധനുഷിൻ്റെ പെർഫോമൻസ് കൊണ്ടും ജിം സർബിൻ്റെ പെർഫോമൻസ് കൊണ്ടും രശ്മിക മന്ദാനയും നാഗാർജുനയും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു പാക്കേജ് ആയിട്ടാണ് എനിക്ക് ഈ സിനിമയെ തോന്നുന്നത്. എന്തായാലും വീക്കെൻഡിൽ ഫാമിലിയോടൊപ്പം കാണാൻ പറ്റിയ ഒരു സിനിമയാണ് കുബേര. ഈ സിനിമ മിസ് ചെയ്യരുത്. കാര്യം ഈ സിനിമയിൽ ഒരു വ്യത്യസ്തമായ കഥയുണ്ട്, ഒരു വ്യത്യസ്തമായ പ്രമേയമുണ്ട്. അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ ഒരു പുതുമയുമുണ്ട്. എന്തായാലും ഈ സിനിമ കുബേര നിങ്ങൾ മിസ് ചെയ്യരുത്.